തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കാൻ വനംവകുപ്പിന്റെ തീരുമാനം. ഇതിനായി കോടനാട് പ്രത്യേക കൂട് നിർമ്മിക്കും. മയക്കുവെടി വെച്ച് ആനയെ കോടനാടിലേക്ക് കൊണ്ടുപോകും. ദൗത്യത്തിനായി ഡോക്ടർ അരുൺ സക്കറി എത്തും. MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, ഈ ഒരു ആനയെ ചികിത്സിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ക്രമീകരണങ്ങൾ, അതിന്റെ ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ്? അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ മസ്തകത്തിൽ മുറിവേറ്റ് ആദ്യം ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടയച്ച ആനയുടെ മുറിവിൽ നിന്ന് വെള്ളമൊലിക്കുന്നതും പുഴുവരിക്കുന്നതും ആയി സംശയിക്കുന്ന തരത്തിൽ വീഡിയോകൾ ഈ ലഭ്യമായത്. അതിനെ തുടർന്നാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിരീക്ഷണം ശക്തമാക്കിയതും. ഇന്നിപ്പോൾ സെൻട്രൽ സർക്കിൾ CCFന്റെ നേതൃത്വത്തിൽ വെറ്റിനറി ഡോക്ടർ അടങ്ങുന്ന സംഘം അവിടെ എത്തി ആനയെ നിരീക്ഷിക്കുകയും ചെയ്തു. ആനയെ മയക്കുവെടി വെച്ച് വീണ്ടും പിടികൂടി ട്രാൻസ്പോർട്ട് ചെയ്ത് കോടനാടേക്ക് എത്തിച്ച് പ്രത്യേകം കൂട്ടിൽ ആക്കി ചികിത്സ നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ അല്പം റിസ്ക്കുള്ള ഒരു കാര്യമാണെന്നാണ് വനംവകുപ്പ് DFO ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, കുറച്ച് നാളുകൾക്ക് മുൻപാണ് ആനയെ മയക്കുവെടി വെച്ചത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത്രയും അടുത്ത ഒരു സമയത്ത് മയക്കുവെടി വെച്ച് പിടികൂടുന്നത് അല്പം റിസ്ക്കുള്ള ഒരു കാര്യമാണെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ആനയുടെ ആരോഗ്യസ്ഥിതി നോക്കി ആനയ്ക്ക് കൃത്യമായി ചികിത്സ നൽകുന്നതിന് വേണ്ടി ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിന്റെ ഭാഗമായി ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തുകയും ചെയ്യും. മിക്കവാറും വെള്ളിയാഴ്ചയോടുകൂടി ഈ ദൗത്യം ആരംഭിക്കാനാണ് തീരുമാനം. നിലവിൽ കോടനാടുള്ള കൂട് അഭയാരണ്യത്തിലാണ് ഉള്ളത്. പക്ഷെ അതിൽ ഈ ആനകൾക്ക് കൃത്യമായി കാട്ടാനകളെ ചികിത്സിക്കുന്നതിന് വേണ്ടി അത്രത്തോളം ഉറപ്പുള്ള ഒരു കൂടല്ല നിലവിൽ ഉള്ളതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ കൂട് നിർമ്മിക്കേണ്ടതുണ്ട്. അങ്ങനെ പുതിയ കൂട് നിർമ്മിക്കാനുള്ള യൂക്കാലി തടികൾ ആദ്യം മൂന്നാറിൽ നിന്നും കൊണ്ടുവരണം. പിന്നീട് പുതിയ കൂട് പണിതിട്ട് വേണം ആനയെ മയക്കുവെടി വയ്ക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ. അതുപോലെ തന്നെ കുങ്കിയാനകളുടെ ഒരു സാന്നിധ്യവും ഈ പ്രദേശത്ത് ആവശ്യമാണ്. അതുകൊണ്ട് കുങ്കിയാനകളെ എത്തിക്കുന്നതിന് വേണ്ട നടപടികളും സ്വീകരിക്കുമെന്നാണ് നിലവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. വാഴച്ചാൽ DFO നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ആനയെ നിരീക്ഷിച്ചു വരുന്നത്.